ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി വൈസ്കർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ എവിടെയാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ്റെ, അതായത് എൻ്റെ വലിയച്ഛൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ തലേന്നാണ് ഇന്ന്. നാളെയാണ് കല്യാണം. ഓക്കെ, അതായത് മൺഡേ ആണ് കല്യാണം വരുന്നത്. ഇത് സൺഡേ. അപ്പോൾ ഞാൻ അവിടേക്ക് പോവുകയാണ്. ഈ ഡ്രസ്സ് മക്കളെ, ഒരു വർഷത്തിന് ശേഷം ഞാൻ ഓർഡർ ചെയ്ത സാധനം മൂൺ ഗോഡസിൽ നിന്നും എനിക്ക് ലഭിച്ചതായി ഞാൻ നിങ്ങളെ സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ അല്ലേ ഈ സംഭവം. ഓക്കെ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഡ്രസ്സൊക്കെയാണ്, പക്ഷെ കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുട്ടീൻ്റെ 28-ന് ഇടായിരുന്നു. അമ്മേ, ശരിക്കും ഒരു കൊല്ലമായിട്ടാ ഞാൻ അവരെ വിളിച്ച് നല്ലോണം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പൈസ കൊടുത്ത സാധനമല്ലേ, കിട്ടണ്ടേ. ഓക്കെ, അപ്പം കുറേ പേരോട് ചോദിക്കാനായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം. ഞാൻ ഫോക്സ്റ്റൈലിൻ്റെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അത് കഴിച്ചിട്ടെന്ന്, അത് തേച്ചിട്ട് എന്താണ് റിസൾട്ട് ഉണ്ടായത്, എന്താണ് അതിൻ്റെ റിവ്യൂ, നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വാച്ചെടുത്ത് കളിക്കണ്ട അമ്മ. കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് തന്നിട്ട് പോവാൻ നേരത്ത് നമുക്ക് വാച്ചിടാം. നന്നായി മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ റിവ്യൂസ് പറയാം കേട്ടോ. ഞാൻ തുമ്പമേനൊന്ന് റെഡിയാക്കട്ടെ ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ വാച്ചും കെട്ടിവെച്ചാണ്. തുമ്പിക്ക് കണ്ടില്ലേ, ഞങ്ങൾ പുതിയ ഡ്രസ്സിങ് അത് ഇഷ്ടപ്പെട്ടോ. മീഷോന്നാണ് കേട്ടോ. ശരിക്കും അവക്കൊന്നും വലിയ റേറ്റിന് ഡ്രസ്സ് വാങ്ങിച്ചിരിക്കുക അതൊരുവിധ കാര്യമില്ല. എന്ന് വെച്ചാൽ എല്ലാം 1-2 ഏറിപ്പോയി 3-4 പ്രാവശ്യം ഇടയ്ക്കും, പിന്നെ വീട്ടിൽ നിന്നുള്ള കോലത്തിലുള്ള ആക്കി കൊണ്ടുതരും. അപ്പോൾ അത് മീഷോന്ന് എടുത്താണ്. വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ. സൂപ്പറാണ്. ഇതിലൊരു ഓവർകോട്ടും വരുന്നുണ്ട്. ഇതൊക്കെ ഒരു കടയിൽ പോയി വാങ്ങിക്കാൻ നമ്മൾ ഷഡ്ജ കയറും. ഓക്കെ, ഇട്ടോളൂ. എല്ലാം ഷടപടേന്ന് ആയിക്കോട്ടെ, നമുക്ക് സമയമില്ലല്ലോ. എൻ്റെ ഭഗവാനേ, ഒരു വാച്ച് കുത്തി കയറ്റി വെച്ചതിൻ്റെ തുമ്പി. അങ്ങനെയുണ്ട്. ഡു യു ലൈക്ക് ഇറ്റ്? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ വലിച്ചു താത്തല്ലേ. കീശ കണ്ട ആണെന്നോട്ടെ. എൻ്റെ ഉള്ളൊന്നും ഒരു വിക്രസും കളിക്കണ്ട. ഇങ്ങനെ ഇറക്കണ്ട് കേട്ടോ. ഇത്രയും അങ്ങനെ ഇടല്ലോ കുഞ്ഞാ. പൈസ എടുത്ത് തിന്നാ. ഇറക്കണ്ട്. ഇത്ര ഇറക്കം വേണ്ടായിരുന്നു. ഇതന്നെ നമ്മളെ സൈസ് കുറച്ചെടുത്താൽ അവർക്ക് 3 വയസ്സല്ലേ. ഞാൻ 2 to 3 പിന്നെ 1.5 to 2 എടുക്കലുണ്ട് കേട്ടോ. ചിലത് ഇതേ സൈസ് കുറച്ചെടുത്തതാ. പക്ഷെ രസമുണ്ട് കാണാൻ അല്ലേ. അവർ റേറ്റിന് ഓഫ് കോഴ്സ് വേർത്താണ്. ഒരു 300 റേഞ്ച് എങ്ങനെ തോന്നുന്നു എൻ്റെ റേറ്റ്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം കുറച്ചൊന്ന് സെറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറേ നേരം സെറ്റാക്കി എന്നെ താഴ്ന്ന അച്ഛനമ്മ സെറ്റാക്കും. കാരണം അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തേട്ടൻ വന്നിട്ടുണ്ട്. വൈശാട്ടിൻ്റെ ഫ്രണ്ടില്ലേ, ആളാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇന്ന് റീനമ്മ വരും. അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പു പോയിട്ടുണ്ട്. അപ്പോൾ ഓനുണ്ടാവില്ല ഇപ്പം നമ്മൾ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഭക്തേട്ടൻ്റെ കൂടെയാണ് പോകുന്നത് ഗൈസ്. കാലങ്ങളായി ഉപയോഗിച്ച് വന്നതുകൊണ്ട് അവൾക്ക് ഉപയോഗിച്ച് കുഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഇതോട് പൊട്ടിച്ച് വെച്ചോണ്ട് ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചത്. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എന്താല്ലോ നേരല്ല. കുളി കഴിഞ്ഞ് നനവോടെ ഇതൊക്കെ ദേഹത്ത് പുരട്ടണമെന്ന് പറഞ്ഞ അവസ്ഥയപ്പോൾ. കാരണം നേരല്ല, നമുക്ക് എല്ലാം സെറ്റ് ആവാൻ എടുക്കാനുള്ള സമയമല്ല. കാരണം ഭക്തേട്ടൻ താഴെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അധികം ഏട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ. ഇതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. എന്താണ് എൻ്റെ മാക്സിമം ഫാസ്റ്റ് ഇട്ടാ. മൃണാൾ എന്താ ബാക്ക് ചെയ്യുന്നത്? ആണോ? മൃണാൾ എന്നൊക്കെ വിളിച്ചാൽ ഓക്ക് ഒരു പേടിയുള്ളൂ. തുമ്പിയെന്നൊക്കെ വിളിച്ചാൽ ഞാൻ പിന്നെ മറ്റേ എന്താ പറയുക, അവളെ സ്നേഹിക്കുന്ന മോഡായി പോവും. അപ്പോൾ പിന്നെ അവൾക്ക് ഒരു വില ഉണ്ടാവില്ല. മൃണാളെന്നൊക്കെ വിളിച്ചാൽ അവൾക്കൊരു പേടിയാണ്. ഓക്കെ, എവിടെ പേടി? വേറെ ആർക്ക് പേടി ഉണ്ടാകാനത് ഈ സാധനത്തിൽ എൻ്റെ പേടി എനിക്ക് പറയാൻ പറ്റില്ല. അതെടുക്കല്ലേ, അതെടുക്കാൻ പാടില്ല. അങ്ങോട്ട് വരൂ, വരണ്ടോ? ഇങ്ങോട്ട് വാ, വാ, സമയമില്ല. എണീറ്റ് വാ പോന്നെ. അയാമുണ്ടയോ? ഇങ്ങോട്ട് വാ. ചവിട്ടില്ലേ, ഞാൻ ചവിട്ടാനും കൂടിയേ ബാക്കിയുള്ളൂ. അല്ലേലേ ചവിട്ടി മരിച്ചിരിക്കുന്നതൊക്കെ കൂടെ. ഓക്കെ, ഇളക്കല്ലേ. അങ്ങനെ തന്നെ നിന്നേ. ഇപ്പം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു. കുറേ പേര് ചോദിക്കാറുണ്ട് തുമ്പീനെ ഒരുക്കുന്ന വീഡിയോ ഉണ്ടോ എന്നൊക്കെ. ഞാൻ ഇടാട്ടോ. ഇവള് നല്ല സഹകരണ മനോഭാവമാണ് ഈ കാര്യത്തിൽ. കാരണം ഒരുങ്ങുക എന്നത് എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇല്ല തുമ്പി? മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി എത്ര സമയം വേണമെങ്കിലും നിന്ന് തരും.
ഓക്കെ മേക്കപ്പേ ഇഷ്ടമുള്ളൂ. അല്ലൂട്ടന് ടാബാണ് ഇഷ്ടം, തുമ്പിക്ക് മേക്കപ്പാണ് ഇഷ്ടം. ഗൈസ് ഇന്ന് ഞാൻ ഇതൊന്നും ഇടുന്നില്ല, ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല കേട്ടോ. നാളെ കല്യാണത്തിന് ഫൗണ്ടേഷൻ എടുത്ത് സെറ്റ് ആക്കാം. ഇന്നിപ്പോ തൽക്കാലം ഞാനൊരു പൗഡർ യൂസ് ചെയ്യാം. തുമ്പി ഓൾറെഡി ക്രീമൊക്കെ യൂസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അല്ലേ തുമ്പി? ക്രീമൊക്കെ ഇട്ടുണ്ട് പറയടി. അത് തുറന്നാലാണ് ഇപ്പൊ കരിക്കോലാവും. അവിടെ നിൽക്കൂട്ടോ, ഞാൻ അശവനെ അടുത്താക്കി പോവേ. അതിലിട്, ആ പെട്ടിയിലിട്. സ്വന്തമായി ബ്യൂട്ടീഷ്യൻ ചെയ്യാനാകുമ്പോ മമ്മി പറയാം കേട്ടോ. എനിക്കാണെങ്കിൽ സങ്കടമാവുക. നമ്മളുണ്ടല്ലോ കസിൻസ് എല്ലാവരും കൂടെ നല്ല രസാട്ടോ. അപ്പൊ ഇന്നലെ രാത്രി 1:30-2 മണിയൊക്കെ ആയപ്പോ നമ്മളെ ടീംസ് ഉണ്ട് വിളിക്കണ്, ചേച്ചി പൂച്ചേച്ചി മിസ് ചെയ്യുന്നത് എന്നെ പോവേന്നാട്ടോ വിളിക്കുക എല്ലാവരും വീട്ടിൽ നിന്ന്. അപ്പം ഇവരൊക്കെ പൂച്ചേച്ചി പൂച്ചേച്ചിന്നാണ് വിളിക്കുക. ഇവർ തെറിയായി നിങ്ങൾ കാണരുത്. തുമ്പി അവിടെ വെക്കൂ. പൂച്ചേച്ചിയെ മിസ് ചെയ്യുന്നു, ചേച്ചിയും കൂടെ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. നട്ടപ്പാതിരി 1:30-2 മണി കഴിഞ്ഞിട്ടുണ്ടാവും വീഡിയോ കോൾ ചെയ്തപ്പോൾ. എനിക്ക് സങ്കടമായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അവസ്ഥ നല്ലായിരുന്നെങ്കിൽ, അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാടുണ്ടായിണ്ടാവും. അച്ഛൻ അങ്ങനെ എന്തേ പരിപാടി ഉണ്ട് നേരത്തെ അടുത്തും, ഞങ്ങൾ നേരത്തെ പോവായിരുന്നു. ഇപ്പൊ അച്ഛനില്ല, അതുകൊണ്ട് എല്ലാം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. അല്ലേ തുമ്പ? അല്ലേ തുമ്പി? ഇച്ചിരി ചുമന്നോട്ടെ, ചുമക്കെങ്കിലും ചെയ്തോട്ടെ. വേറൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ തൽക്കാലം. ഇതിങ്ങനെ മതി. ഇതിപ്പോ എന്നെ മൊത്തം ഈ കുട്ടി എന്തായാലും ചുമന്നിട്ടേക്കും വരിക. അവിടെ വെക്കൂ. ആ ഇച്ചിരി കൂടി പോയോ? ഏയ് 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 ഇച്ചിരി കൂടിയാലും എന്താ? അല്ലേ തുമ്പി? അങ്ങനെ പറ. അമ്മ സുന്ദരിയല്ലേ പറ. അയ്യോ അങ്ങോട്ടൊന്നും നോക്കണ്ട കേട്ടോ. ഇപ്പൊ ഡ്രസ്സ് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് ബാക്കിയൊക്കെ ചന്നം പിന്നെ ഇട്ടിട്ടുണ്ട്. തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് 8 പണി ഉണ്ടാവും. വലിച്ചു വാരിയിട്ടിട്ടാ പോണത്. തിരിച്ചു വരുമ്പോ ആയിരിക്കും പണി. കൺമഷി പുതിയ വാങ്ങിക്കാനൊക്കെ മൊത്തം പരക്കുന്നു. എനിക്ക് കുറച്ച് പരന്നതുമാണ് കേട്ടോ ഇഷ്ടം. പിന്നെ കുറച്ചിങ്ങനെ നമുക്ക് പിന്നെ സ്റ്റൈലിഷ് ആയിട്ട് സ്മച്ച് ചെയ്തതാന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെയല്ല, ഇത് വരുന്നതാണ്. മൃണാളിനോട് അടി കിട്ടുമല്ലോ. ഇപ്പൊ എനിക്ക് തിരിഞ്ഞു പോയല്ലോ, സത്യതാണ്. ഇന്നോട് കിട്ടുമല്ലോ. അവിടെ വെക്കേ. എന്തൊരു കഷ്ടം തുമ്പി പോലെ പറഞ്ഞ കേൾക്കാത്ത. എന്ത് ആര് പറഞ്ഞാ കേക്കേ? നിങ്ങൾ വിചാരിക്കണ പോലെ തുമ്പിനെ തൊട്ടാ ഞാൻ പറഞ്ഞ റൂമിൽ നിന്ന് പുറത്താക്കും. ഞാകമ്പക്ക് ഭക്തേട്ടനാടെയും പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോകാൻ വരിക. മുപ്പരെ ലേറ്റ് ആക്കിയാൽ നാളെ മറ്റാൽ വിളിച്ചിട്ട് വന്നില്ല നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നമുക്ക് ആരുണ്ടെന്ന് കൂടെ പോവാൻ? കെട്ടിയന്മാർ നാട്ടിലില്ല ഞാൻ പെടുന്ന ഓരോ പാടുകളിലെ. അല്ലേ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ അറിയണം. ലൈസൻസ് വീട്ടിൽ വെച്ചിട്ട് അല്ല, വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ അധിക്ഷേപിക്കരുത്. ഭദ്രമായി ഞാൻ ബാഗിൽ വെച്ചിട്ട് ഓപ്പോസിറ്റ് പാണ്ടി ലോറിയോ KSRTC വന്നിട്ട് സൈഡാക്കുന്ന എനിക്ക് എങ്ങനെയാണ് റോട്ടിൽ ഇറങ്ങാൻ പറ്റുക? ഓരോടെ ഇറങ്ങണ്ടെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ വീട്ടിൽ കുത്തിരുന്ന് ഒരു പോട്ടെ. അതെ, ഒന്നാടെ ഡീൽ ചെയ്ത് വരെ ഗൈസ് ഓളെ നൊതിക്കിയതാട്ടോ. അല്ല ഞാൻ കൊണ്ടുപോകാൻ വെച്ച സാധനങ്ങളൊക്കെ ഓളെടുത്ത് ഇങ്ങോട്ടെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ആടെ പോയി പരതേണ്ടി വരും. കളിക്കുക നേരമില്ലാത്ത നേരത്തെ പൊട്ടും കളിക്കുകയാണല്ലോ. യെസ്, പൊട്ടും വെച്ചു. പിന്നെന്താ, യെസ്, ഇങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഞാൻ താലി ഇങ്ങനെ ഹെവിയൊക്കെ ഇടാറ്. അല്ലാത്തപ്പോൾ ഞാൻ ഇടാറില്ല. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പണിക്ക് എന്താ പറയുകയെന്ന്. ഈ ചെയിൻ്റെ മോഡലേ അമ്മച്ചാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, അതാണ് കാര്യം. ഓക്കെ, പക്ഷേ ഇത് ഞാൻ അത്രയും അങ്ങനെ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇതിങ്ങനെ പിരിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ. യെസ്, അതൊന്നുമില്ലല്ലോ, ഇടണ്ട. വരികയാണ് ഒരുത്ത മാറ്റി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമ്മൾ ഒരുങ്ങിയോ എന്നൊരു 10 വട്ടമെങ്കിലും വന്ന് നോക്കുവേ. ഇനിയിപ്പോൾ കല്യാണപ്പുരയെ പോയിട്ട് ആരെങ്കിലും പെണ്ണ് ചോദിച്ചാലോ അതിനിങ്ങനെ സിന്ദൂരൊക്കെ തൊട്ടും. ഒരു മിനിറ്റ്, തുമ്പിയൊന്നും മിണ്ടാണ്ടിരിക്കേ. ഇങ്ക പാരു, ഈ വയറ് കണ്ടിട്ട് ആരല്ലേ എന്നെ പെണ്ണ് ചോദിക്കുക? എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് എനിക്ക് പറയാലോ. ഏത്? വരാം.
ഓക്കെ ഗൈസ്. ഓക്കെ, നമ്മുടെ മെയിൻ ഐറ്റം മറന്നു പോവില്ല. എൻ്റെ കാലൊക്കെ കോച്ച് പിടിക്കുന്നത്. ആളെ കട്ടിലാക്കല്ലേ. തുമ്പിമോളെ നല്ല എനിക്കിഷ്ടാട്ടോ ഈ ഷെയ്ഡ്. പക്ഷെ ആരൊക്കെയോ എന്നോട് പറഞ്ഞു ഈ ഷെയ്ഡ് ഒന്ന് മാറ്റി പിടിച്ച് ഡാർക്ക് ഷെയ്ഡിലേക്ക് വരാൻ. അത് നോക്കാം. ഗൈസ് അല്ലോ ആയില്ല കേട്ടോ. ഇതാദ്യം വെച്ചിട്ട് അതിലേക്ക് ഇടാവേ ഗൈസ്. നമ്മൾ തുമ്പീനന്ന് കണ്ണൊന്നും അങ്ങനെ എഴുതിക്കുന്നില്ല. ഇങ്ങനത്തെ ഡ്രസ്സല്ലേ. നാളെ നമ്മൾ നല്ല സുന്ദരിയായിട്ട് കണ്ണൊക്കെ ഇരിക്കും. നാളെ അടിപൊളി ഡ്രസ്സല്ലേ തുമ്പി അല്ലേ? അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അതിലോട്ട് അമ്മനെ ഹെൽപ്പ് ചെയ്യണേ മോനെ. നോക്കട്ടെ തുമ്പി മോളെ. എടാ ക്ലീനിങ്ങിനല്ല. ഓ ഇവിടെ ക്ലീൻ ചെയ്യാനല്ല, ആ സാധനങ്ങൾ എടുത്തു വെക്കാൻ. ഗൈസ് കണ്ണ് കമ്മി കാണിച്ചോട്ടെ. കണ്ണ് ചെമ്മ്. ഇനി എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു രംഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എനിക്ക് തുമ്പിന്റെ മുടി കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മുടി കെട്ടാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് മുടി കെട്ടാൻ അറിഞ്ഞുകൂടാ. പക്ഷെ തുമ്പിന്റെ മുടി ഞാൻ ഏത് വിധത്തിലും കെട്ടും. പക്ഷെ ഇന്ന് നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. തുമ്പി അമ്മ എന്ത് വേണം ചെയ്തോ, ഞാൻ എൻ്റെ പരിപാടി നോക്കട്ടെ. ബാക്കിലൊക്കെ മുടി ചുരുണ്ട് കിടക്കുകയാണ്. തൽക്കാലം നമുക്കൊന്നും ചെയ്യാൻ വഴിയില്ല. ഇന്ന് നമ്മളൊന്നും സെറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, തൽക്കാലം ഉള്ളത് വെച്ച് ഓണം പോലെ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. ഗോട്ട് ഇറ്റ്? യെസ് പറ. നോണല്ലോ. ഓക്കെ, വെരി ഗുഡ് ബട്ട് മാൻ. അല്ലെങ്കിൽ നിനക്ക് ചില സമയം നിന്റെ അച്ഛൻ്റെ ബുദ്ധി നല്ലോണം കിട്ടിയിട്ടുണ്ട് അല്ലേ തുമ്പി? നോക്കാറ ബുദ്ധിയാ? അതെല്ലാരും പറയലുമുണ്ട്. പക്ഷെ അല്ലൂര് ബുദ്ധി പഠിക്കണം അടുത്ത സെപ്പൻ്റെ ബുദ്ധി ആയിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു കേട്ടോ പണ്ട്. തുമ്പി എന്താ അഭിനയ സിംഗമേ? അഭിനയ അഡ്വക്കേറ്റ് അഞ്ജലിയോ? ഓഹ് സീരിയൽ ഭ്രാന്തന്മാര്. അവിടെ നിക്കോ, സമയല്ല നമുക്കിന്ന് അല്ലേ? നമുക്ക് അവിടെ പോണ്ടേ. എന്നിട്ട് നമുക്ക് അമ്മമ്മേന്റെ അടുത്ത് പോണ്ടേ? കാര്യണ്ട്. സമയല്ലേ, അതുകൊണ്ട് 10 ദിവസം നിന്നിട്ട് വന്നിട്ട് എടുത്തേക്കാം. അവിടെയൊക്കെ അല്ലേ? എനിക്കറിയാം. ഇന്ന് തൽക്കാലം മുടി ഉള്ളതുപോലെയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തുമ്പി മോളെ. ഓക്കെ, സമയമല്ല നമുക്ക് വിധം മോഡലൊന്നും കെട്ടാൻ വേണ്ടിട്ടേ. ഉണ്ടാ നമ്മൾ തൽക്കാലം ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഓണമല്ല ക്രിസ്മസ് പോലെ കേട്ടോ. നോക്കട്ടെ. തെക്കിനകത്തല്ലേ ഇവളുള്ളത്. ഇവളുടെ ചെറുപ്പയ്ക്കാ പോണ് അമ്മമ്മേന്റെ അടുത്തേക്ക്. അതാണ് ചെറുപ്പ. അഞ്ച ഭഗവാനെ അല്ലടോ, ഇത് തെക്കിനകത്ത്. നമ്മൾ അമ്മമ്മേന്റെ അടുത്തേക്ക് പോണത് ചെറുപ്പ. ഗോട്ട് ഇറ്റ്? യെസ് അമ്മ പറ. അപ്പൊ അമ്മമ്മയോ? അതാ അമ്മമ്മ ചെറുപ്പയ്ക്ക് വരും. പൊന്നെ നീന തന്നെ ചെറുപ്പയ്ക്ക് വരും കേട്ടോ. ഒന്ന് ശരിയാകുമ്പോ ഒന്നും ശരിയാവുന്നില്ല. നേരല്ലാത്തോണ്ടാ തോന്നുന്നു. തുമ്പി മോളെ, അമ്മയുടെ കഷ്ടപ്പാട് നിനക്ക് മനസ്സിലാവുന്നുണ്ട് ബാവുസമി. അതൊക്കെ വെക്കാം. ഓ എക്സസറീസ് വെക്കാത്തതിന് ചോദിക്കുന്ന കുട്ടീനെ കണ്ടോ നിങ്ങള്? അതാണിത്. ഈ എക്സസറീസ് ഒന്നും വെക്കാത്ത എന്താണെന്നാണ് അവൾ ചോദിക്കുന്നത്. അങ്ങോട്ട് തിരിയൂ. അങ്ങോട്ട്. തൽക്കാലം ഇതൊക്കെ വെച്ചിട്ട് അമ്മയുടെ കുട്ടി അഡ്ജസ്റ്റ് കരോ. ഓക്കെ ഓക്കെ അമ്മ പറ. ഹിന്ദിയോ? അമ്മയ്ക്ക് എല്ലാ ഭാഷയും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. നോക്കട്ടെ. ഹായ്, എങ്ങനെയുണ്ട് ചോദിക്കി? രണ്ട് ക്ലിപ്പ് ഇട്ടതാ മോൾ. എങ്ങനെയുണ്ട് ചോദിക്കി? സുന്ദരിയായോ ചോദിക്കി? ഇനി അമ്മ താഴെ ഇത്തിരി ഷൂട്ട് തരാം കേട്ടോ. അയ്യോ, അടുത്തത് വലിയൊരു കടമ്പ. വാതിലടക്കി. തുമ്പിക്ക് ആ ഷൂ ഒന്നിട്ട് കൊടുക്കാൻ മോനെ. TV സ്റ്റാൻഡിലുള്ള
ഓക്കെ ഗൈസ്, അടുത്തത് വലിയൊരു ടാസ്ക്കാണ്. കാരണം എൻ്റെ മുടി കിട്ടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒന്നാമത് ഞാൻ ഷാമ്പൂ ഒന്നും ഇട്ടിട്ടില്ല, കാരണം പനിയായിരുന്നല്ലോ. ഇതുകൊണ്ട് മുടിയൊക്കെ അലമ്പാണ്. ഇനി നാളത്തേനാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നാളെ നമ്മൾ സാരി കൊടുത്തിട്ട് സെറ്റാക്കണമല്ലോ, ഇനി ഇത്തിരി കല്യാണമല്ലേ. അപ്പം നാളെയാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. അയ്യോ എന്നമേ, ഇന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ അങ്ങോട്ട് പോകണം, അത്രയാണ്. എന്നാൽ ഞാൻ അവിടെ ഫങ്ഷൻ ആയിട്ടില്ല കേട്ടോ. ലൈക്ക് നോർമലി പാർട്ടി ഉണ്ടാവുമല്ലോ, പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുന്നു, അത്ര തന്നെ. ഓക്കെ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടാവും, നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മളത് വലിയൊരു ഫാമിലി കേട്ടോ, അച്ഛൻ്റെ വലിയൊരു ഫാമിലിയാണ്. സോ എല്ലാവരും ഉണ്ടാവും. ഇതിൽ ഏത് കമ്മലിടണം? ഇതിടണോ? ഓ, എവിടെയെങ്കിലും പോകുമ്പോഴാണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. ഇത്രയും ദിവസം അവിടെ നിന്ന സമയത്ത് പാദസരൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പാസരിടാതൊന്നും നിൽക്കാറേ ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പം എന്താ അറിയില്ല, എല്ലാത്തിനും ഒരു മടി, പാസരൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഞാൻ പോകുന്നതുകൊണ്ട് അമ്മേനോടേക്ക് ചീത്തേക്കും. എന്നെ കാണുമ്പോൾ എന്ത് കാലൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് വന്നതാണ് ചീത്തേക്കും. അതുകൊണ്ട് ഞാൻ പാദസരൊക്കെ എടുത്തിട്ടു. കമ്മൽ ഇതൊക്കെയല്ലേ പോരെ, മദീനെ ആര് കാണാനാ, നമ്മളല്ലേ ഉള്ളൂ, നമ്മളെ കാര്യം നോക്കാനാ, ഇത് വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം. ഇനി ലേറ്റായാൽ നമുക്ക് ചീത്ത കേൾക്കും. ഓക്കെ, ഇത് മാത്രമല്ല നമുക്കൊരു ഷോൾ കൂടെ വരുന്നുണ്ട്. ഇത് കുറേ മുമ്പേ ഔട്ട് ഓഫ് ഫാഷൻ ആയതാണ് എൻ്റെ ഒരു ധാരണ. ഇതിങ്ങോട്ട് കിട്ടണ്ടേ ഓരോ കയ്യിൽ നിന്നാലല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ടോ, രസമുണ്ടോ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റാണ് വരുമെന്നാണ്, ലേറ്റായി വന്നാലും ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം നമുക്ക് പോവാം ഗൈസ്. ഇറങ്ങാഞ്ഞ നന്നായി, ഇപ്പം ഇറങ്ങിയാനേ നോക്കിയ നന്നായി. പാൻ്റ് ഇടാൻ മറന്നുപോയി ഗൈസ്. അത് സാരില്ല അല്ലേ, ഭാഗമായി. ഈ അടന്നോ, അങ്ങനെ നിർത്തിക്കോ. ആ പോവാ, ഇളയമേനോട് പോവാണ്, ഇളയമേനോട് പോവാ പരിപാടി. എന്നാ വരിക? പാൽമേളാട്ട് പാർസലാക്കുന്നുണ്ട് കേട്ടോ. ബായ് പറയാ. ആണോ? ഇളയമേ അച്ചാ അമ്മ പോയരാ. ഓള് കഷ്ടപ്പെട്ട് വന്നതാ ഈ വണ്ടി, നിങ്ങൾ കൂട്ടാതെ പോയിട്ട്. അതാ പറയുന്നത്. സീറ്റ് ബെൽറ്റ് ആരോ ഇടാത്തുണ്ടോ? അങ്ങനെ ഇമ്പളിമ്പളെ യാത്ര തുടങ്ങിയിട്ടോ. സത്യം പറഞ്ഞാൽ എപ്പോൾ വാള് വെക്കുമെന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കാരണം കാറിൽ ഉള്ളൊരു സ്മെല്ലുണ്ട്, ഒരു സ്പ്രേൻ്റെ സ്മെല്ല്. അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വല്ലാത്ത ടെൻഡൻസിയാണ് വോമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ വാള് വെക്കോ പേടിച്ചാൽ നിന്ന്. തുമ്പമ്മയും അല്ലൂട്ടനൊക്കെ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വണ്ടി അവിടെ പാർക്ക് ചെയ്തു. സംഭവം ഉണ്ടല്ലോ, ഇടത്തോട്ട് നടക്കേണ്ടതിന് വലത്തോട്ട് നടന്നു എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് തൊട്ടടുത്തായിരുന്നു അങ്ങോട്ടേക്ക് പോകേണ്ട റോഡ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോയി. ഞാൻ എന്താണ് വഴി പറഞ്ഞു കൊടുക്കാൻ പഠിക്കാമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്നതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി വഴി അങ്ങോട്ടല്ലാന്ന്. പിന്നെ നമ്മൾ തിരിച്ച് നടക്കാൻ തുടങ്ങി. എന്തായാലും ഇന്നത്തെ നടത്തം സൂപ്പറായിരുന്നു. ഷുഗർ കുറച്ച് കുറയുന്നതാണ് തോന്നുന്നത്. ഇന്നത്തെ എൻ്റെ സൗണ്ട് കുറച്ച് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും സ്വാഭാവികം മാത്രം. അപ്പുറത്ത് തുമ്പമ്മ കിടന്നുറങ്ങുന്നുണ്ട്, എണീറ്റ് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യണത്. അങ്ങനെ ഇതാ ഗൈസ്, ഞങ്ങൾ വലിയച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര റിലീഫാണ് ഞങ്ങൾ തറവാട്ടിൽ പോകാമെന്ന് പറയുന്നത്. കാരണം എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും പറ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും അങ്ങനെ നിന്ന് പോയില്ല. എല്ലാവരുടെ അടുത്തും വർത്താനം പറഞ്ഞോട് നടക്കൂട്ടോ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അത് മേമയാണ് വരുന്നത്. അശ്വതി മേമയാണ്. അശ്വതി മേമയുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് യാത്ര പറഞ്ഞതായി ഞങ്ങൾ നേരെ അവിടേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇതിൻ്റെ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചച്ഛനെ കണ്ട പാടും അല്ലൂട്ടൻ വേഗം കയറി മടിയിലൊക്കെ ഇരുന്നു കേട്ടോ. അവൻ വേഗം ഓർമ്മ വന്നേ. പിന്നെ അതാ വല്യമ്മ, ഞങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ വല്യമ്മ പോവുകയാണ് കേട്ടോ യാത്ര പറഞ്ഞിട്ട്. അങ്ങനെ അത് റിജി വല്യമ്മയും ഷിനി വല്യമ്മയും ആൻറ്റിയും എല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. അങ്ങനെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. തുമ്പമ്മേനെ അതാ വേഗം നമ്മളെ പുതുമണ്ണവാട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞി, നമ്മുടെ ബ്രൈഡ്.
ഇതെൻ്റെ ഒരു വലിയച്ഛനാണ് കേട്ടോ. അപ്പം ഇതാ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഉപ്പ് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചില സമയമൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് ഗൈസ്, വർത്താനത്തിനിടയിൽ. അങ്ങനെ ഇതൊക്കെ എൻ്റെ കസിൻസാണ് കേട്ടോ. അപ്പം നമ്മുടെ ബ്രൈഡിനെ നല്ലപോലെ കണ്ടോളിയാണ് ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ ഇന്ന് മാത്രം എടുക്കല്ലേ പൂച്ചേച്ചി, എല്ലാവരും കൂടി എടുക്കുന്നൊക്കെയാണ് കേട്ടോ പറയണത്. ഇനി എപ്പോൾ കണ്ടാലും മണിപ്പാപ്പൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ, എടി വയറ് കുറയുന്നില്ലല്ലോ. ഇനി അങ്ങനെ ചോദിക്കാനുള്ളൊരു ചാൻസ് ഇല്ലല്ലോ, കാരണം ഇനി വയറ് കൂടുകയാണല്ലോ വേണ്ടത്. അങ്ങനെ അവിടെയും കത്തിയടിച്ചത്. അവിടേക്ക് വന്നപ്പോൾ മല്ലൂട്ടൻ വേഗം അവൻ്റെ കൂട്ടാളികളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാരണം ഫോണാണല്ലോ ഓരോ മെയിൻ. അപ്പോൾ കണ്ണമ്മാമ ഇതൊക്കെ അല്ലൂസിൻ്റെ മാമന്മാരാണ്, അതാണ് കോമഡി. ബാക്കിൽ ദേവു ഇരുന്ന് പഠിക്കുകയാണ്, പാവം കുട്ടിക്ക് എക്സാമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ടീം. ഇതൊക്കെയാണ് എൻ്റെ മേമന്മാരും. ഇതിൻ്റെ അച്ഛൻ്റെ ഒരു സിസ്റ്ററാണ് കേട്ടോ സന്ധി ചേച്ചി. നല്ലോണം അത് ഞാൻ ഇങ്ങനെ ബ്ലാബ്ല അടിക്കും അതുപോലെ തന്നെ ബ്ലാബ്ല അടിക്കുന്ന ആളാണ്. പിന്നെ പാപ്പൻ്റെ മക്കളും എല്ലാവരുമായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല അടാറ് റൊമാൻറ്റിക് സീനായിരുന്നു ഇവിടെ മിസ്സായത് കേട്ടോ. തുമ്പമ്മേനെ ദേഷ്യം പിടിക്കാൻ വേണ്ടി മണിപ്പാപ്പൻ മേമയ്ക്കൊരു ഉമ്മ കൊടുത്തായിരുന്നു. ആ വീഡിയോ കൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് നൈസായിട്ട് അങ്ങനെ മിസ്സായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാപ്പനെ ഒന്നര കൊടുത്തോളൂ, ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വേണ്ടേ, നമുക്കതൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പാപ്പൻ്റെ മക്കളാണ് കേട്ടോ രണ്ടുപേര്. അങ്ങനെ ഒന്ന് വെറുതെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കഥ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നോട് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറേ നേരം അവിടെ വർത്തമാനം പറഞ്ഞ് കുറേ നേരം ഇവിടെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അച്ഛൻ ആദ്യമേ പറഞ്ഞിട്ട് എന്നെ അവിടെ എത്തിയാൽ കിട്ടൂല എന്നുള്ളത് ഉറപ്പാണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് രജനിമേമ്പ് നമ്മളെ തുമ്പമ്മേനെ എടുത്ത് അകത്തേക്ക് പോയിട്ടുണ്ട്. ഇത് നമ്മളെ പിങ്കി മോളാണ്. ഇങ്കു കണ്ടോ കാര്യമായിട്ട് ആറ്റിറ്റ്യൂഡ് ഇടുകയാണ് കേട്ടോ. അതായത് വീഡിയോ എടുക്കേണ്ടത് മൂപ്പത്തേക്ക് അറിയാം, എന്നാലും നൈസായിട്ട് ഇനി പോസ് ചെയ്യാതെ നിവൃത്തിയില്ല, എവിടെ പോയാലും ഞാൻ പിടിക്കുന്നറിയാലോ. അതുകൊണ്ട് ഇതാണ് എൻ്റെ വലിയച്ഛനും വലിയമ്മയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതാ തോളിലൊക്കെ കൈയിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് എടുത്തോട്ട് പോയെന്നാണ് വലിയമ്മ പറഞ്ഞത്. ഓരെന്തായാലും സ്റ്റൈലാണല്ലോ അല്ലേ. ഇതിൻ്റെ അനിയന്മാരാണ് കേട്ടോ, മോണ്ടനും ഷീക്കും. അങ്ങനെ എല്ലാവരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിലാക്സേഷനായിരുന്നു എനിക്ക് എല്ലാവരെയും കണ്ടപ്പോൾ. എന്നുവെച്ചാൽ കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ. എന്നിട്ടില്ലേ കുമ്പിടീനെ പോലെ ഇവിടെ ഇരുന്ന് കഴിക്കുക. അപ്പുറത്ത് ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായ ടീംസാണ്. ഞാൻ എല്ലാവരോടും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവരൊക്കെ അതാ ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു മാമനാണ് കേട്ടോ. കണ്ടോ വീഡിയോ കണ്ടപ്പോൾ ഓടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻറ്റീൻ്റെ മോളാണ്. അങ്ങനെ എല്ലാവരും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഓരോരുത്തരും ഞങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തെ ടൈമാവും. ചെക്കന്മാർ ഇവിടെ നിന്ന് ഓടാത്തതുകൊണ്ട് ഇവരെ ഇവിടെ വെച്ച് ഞാൻ പിടിച്ച് ഗൈസ്. അങ്ങനെ ഇതിൻ്റെ ആൻറ്റീൻ്റെ മക്കളാണ്. ഇതിൻ്റെ വലിയച്ഛൻ്റെ മോനാണ്. മറ്റേ രണ്ടാളും ഇവർ രണ്ടിൻ്റെ വലിയച്ഛൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോനായനോട് പറയുകയാണ്, എൻക്വയറീസ് ഒക്കെ വരും കേട്ടോ മോണ്ടാ നാളെ. വേണ്ട എനിക്കൊന്നും താല്പര്യമില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ എല്ലാവരെയും കണ്ട് കുറേ വർത്തമാനം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിലീഫായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഇതാണല്ലോ വർത്തമാനം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ തുമ്പമ്മയാണെങ്കിൽ അതെ ഒന്നിനൊന്നും മെച്ചപ്പെട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നു. എല്ലാവരും അതാ പറഞ്ഞ് തുമ്പി കറക്റ്റ് എൻ്റെ സ്വഭാവം തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ അതാ അപ്പു വന്നിട്ടുണ്ടേനി. അപ്പോൾ അപ്പൂനെ കണ്ടപ്പോഴത്തേ ഇവർ രണ്ടാൾ അപ്പൂൻ്റെ വാലുമ്മിൽ ഒട്ടിയിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജിനേച്ചിന് പോകണ്ടേനു. ഓൻ്റെ കൂടെ കുറച്ച് നേരം തുമ്പിമ്മ കളിച്ചു. പിന്നെ അല്ലൂട്ടനെ തിരിച്ചു വിളിച്ചിട്ട് എനിക്ക് കിട്ടണേ ഉണ്ടായിരുന്നില്ല. ഫുള്ള് കളിയായിരുന്നു. സ്റ്റെയർ കേസിലൊക്കെ ഓടിപ്പിടിച്ച് കളിച്ചേക്ക് പേടിയായിരുന്നു കേട്ടോ. ഇത് കൃഷ്ണ, അത് നമ്മുടെ കുഞ്ഞിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തൊട്ടേ അവളെ എനിക്ക് അറിയാം. അപ്പോൾ തുമ്പമ്മയായിട്ട് വേഗം അങ്ങ് സെറ്റായി. തുമ്പമ്മ എല്ലാവരുടെ അടുത്തും വേഗം ചെല്ലാവുന്നുണ്ടായിരുന്നു. വീണ്ടും നമ്മുടെ ഇങ്കു വന്നിരിക്കുകയാണ് കേട്ടോ. ഇങ്കു എന്നൊക്കെ പറഞ്ഞ് പാവൻ്റെ കുട്ടി, അർച്ചന എന്നാണ് പേര്. ഞങ്ങൾ ഇങ്കു പിങ്കി അങ്ങനെയൊക്കെ വിളിക്കുക. തുമ്പമ്മ കാര്യമായിട്ട് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്, ബായ് പറയുന്നുണ്ട്, നാളെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. നാളെ എന്തായാലും മല്ലുവിനെയും തുമ്പീനെയും കൂടെ ഞാൻ കൊണ്ടുപോകില്ല, ബിക്കോസ് എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തുമ്പമ്മേനെ ഞാൻ കൊണ്ടുപോകും. അല്ലൂട്ടന് പിന്നെ എന്തായാലും വീട്ടിൽ നിൽക്കുന്ന ആദ്യമേ പറഞ്ഞു ഞാൻ നാളെ വീട്ടിൽ നിന്നോളാം. കാരണം നാളെ ഇപ്പോൾ എക്സാം ആയിട്ട് പിള്ളേരെല്ലാവരും ഒന്നും വരലുണ്ടാവില്ല. അങ്ങനെ ഇതാ ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ ചാറ്റാ ബേബിയെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഭയങ്കര ഡീസൻ്റായിട്ട് ഇരിക്കണം ടിങ്കു. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കുട്ടി ഇത്ര ഡീസൻ്റായിട്ട് ഇരിക്കണേന്ന്. അങ്ങനെ എന്തായാലും ഗൈസ് ഞാൻ ഇവരോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് പോരുകയാണ്. എത്രയൊക്കെ യാത്ര പറഞ്ഞിട്ട് മതിയാവില്ല, ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ അങ്ങനെ സ്റ്റക്കായി പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് തിരിച്ച് പോയിട്ട് ഡ്യൂട്ടിക്ക് പോകാണ്ട് വാ മോളെ പോവാന്ന്. അങ്ങനെ അവസാനം ഒരു വിധത്തിൽ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനിതാ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നാളെ ഇനി നമ്മൾ കാണാനുള്ളതാണല്ലോ. അങ്ങനെ നമ്മളിതാ പാർക്ക് ചെയ്തെടുത്ത് പോയി വണ്ടി എടുത്തു. നേരെ ഇനി എൻ്റെ വീട്ടിലേക്കാണ്, ചെറുപ്പയ്ക്കാണ് പോണത്. അപ്പോൾ പോണ വഴിക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടാണ് പോണത്. ഓക്കെ. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം അമ്മയും അമ്മമ്മയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇനി ഞാൻ വെക്കേഷൻ ടൈം എൻ്റെ വീട്ടിലാണ് ഉണ്ടാവുക. സോ അതിനൊരു ഹാപ്പിനെസ് കൂടെ ഉണ്ട്. കാരണം നമുക്ക് എന്തായാലും ഈ ഒരു ടൈമിൽ നമ്മുടെ അമ്മയുടെ കൂടെ നിൽക്കാതെ നമ്മുടെ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീടെത്തിയിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ടപാട് ഇതാ വേഗം അമ്മ വരുന്നുണ്ട്. വേഗം വന്നാൽ അല്ലൂട്ടനെയും തുമ്പമ്മയൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ അത്യാവശ്യം നല്ല പോലെ സാധനങ്ങൾ ഡംപ് ചെയ്തിട്ടുണ്ട്. കാരണം അമ്മമ്മ വരുമ്പോൾ കൊണ്ടുവന്ന ലഗേജ് ഉണ്ടാവും, അമ്മേൻ്റെ ലഗേജ് ഉണ്ടാവും, അതിൻ്റെ മുകളിലേക്ക് എൻ്റെ ലഗേജും കൂടിയാണ് ഇപ്പോൾ ഇറങ്ങാൻ പോണത്. പിന്നെ അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം കുറേ ദിവസമായിട്ട് പപ്പു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സോ കുറച്ച് ക്ലീനിങ്ങും കാര്യമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ എല്ലാവരും. അപ്പു അമ്മേനെ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതായിരുന്നേ. അതുകൊണ്ട് അവൻ ആ പാർട്ടിപ്പുറയിലേക്ക് എത്താൻ നേരം വൈകിട്ടുണ്ടായിരുന്നല്ലോ. സോ അവനെ ഞങ്ങൾ വരുന്ന സമയത്ത് അവൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്നു. പിന്നെ എനിക്ക് അധികം നേരം ഇങ്ങനെ ആയതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് തല്ലും തുമ്പി ഓടിക്കളിയല്ലേ.
അതുകൊണ്ട് ഞാൻ വേഗം പോന്നു. അല്ലൂട്ടൻ എൻ്റെ വീടിൻ്റെ പടി ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് മൂപ്പരെ സ്വഭാവം മാറി. ഇതുവരെ കിട്ടിയ അടീൻ്റെ എണ്ണം തൊട്ടിട്ട് എല്ലാം അവിടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചും തുടങ്ങിയിട്ടുണ്ട്. അടിക്കുന്നതിന് മുമ്പൊക്കെ ആലോചിച്ചോളൂ എൻ്റെ അമ്മച്ച എന്തെല്ലാം കാണുന്നുണ്ടാവും എന്നൊക്കെയാണ് ഡയലോഗ് അടിച്ചത് കേട്ടോ. ഈ ഡയലോഗ് ഞാൻ കേൾപ്പിക്കാത്തത് ഈ ചെറുതിൻ്റെ വായിന്നാണോ അത്രയും വലിയ ഡയലോഗ് വരുന്നതെന്ന് നിങ്ങൾ പോലും ചിന്തിച്ചു പോകും ഗൈസ്. അങ്ങനെ പിന്നെ ഓൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും പറയണല്ലോ വെച്ചു തുമ്പമ്മയും അതിൻ്റെ വാല് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ അകത്തേക്ക് കയറി അമ്മച്ചനെ പോയി കണ്ടു. അമ്മച്ചൻ്റെ അടുത്ത് കാര്യമായിട്ട് കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ തുമ്പമ്മ. ചൂടത്ത് വന്നതാ ആണല്ലേ? പിന്നെ അതാ അമ്മ പോയി ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ട്രാപ്പായിട്ടുണ്ട്. കാരണം അച്ഛന് വേഗം പോകണം. പക്ഷെ എന്നാലും ചായ കുടിക്കാതെ വിടില്ല. അതുകൊണ്ട് ചായ കുടിക്കുകയാണ് അച്ഛനും ഭക്തേട്ടനും. അല്ലൂട്ടനെ തുമ്പമ്മേനെയും മാറി മാറി കൊഞ്ചിച്ചിട്ട് അമ്മയ്ക്ക് മതിയാവണില്ല കേട്ടോ. അങ്ങനെ ഇതാ തുമ്പമ്മ എൻ്റെ ഇടയിൽ പോയി കൈയിട്ട് വരുന്നുണ്ട്. കഴിക്കൊന്നുമില്ല, എന്നാലും കൈയിട്ട് വരില്ലേ കുട്ടിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഗൈസ്. അങ്ങനെ ഒരിതാ ഇറങ്ങുകയാണ്. അപ്പോൾ അല്ലൂട്ടനും തുമ്പി ഇടയ്ക്കിടയ്ക്ക് അച്ഛനോട് പോയി പറയുന്നുണ്ട്, ഇനി നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കാണുകയല്ലേ അച്ഛച്ചാന്ന്. കാരണം ഇനി വെക്കേഷൻ കഴിഞ്ഞിട്ടേ വരൂ എന്നുള്ളത് പറയാതെ പറയാണ് കേട്ടോ കുട്ടികൾ. ഈ ലഗേജ് മൊത്തം എൻ്റെതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അമ്മ വാങ്ങിച്ച സാധനങ്ങൾ വരെ അവിടെ ഉണ്ട് കേട്ടോ. പലചരക്ക് സാധനം എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെയാണ്, അല്ലാതെ ഇത്രയും ലഗേജ് കൊണ്ടല്ല ഞാൻ വന്നത്. പിന്നെ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം നമുക്ക് വേണ്ടി കൊടുത്തയച്ച ഉഷാൻ്റിക്ക് സ്പെഷ്യൽ താങ്ക്സ്. നമ്മുടെ ഉണ്ണിയച്ചൻ്റെ സിസ്റ്ററാണ് കേട്ടോ ഉഷാൻ്റി. ഉഷാൻ്റി നല്ല അടിപൊളിയായിട്ട് കേക്കും ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ തുമ്പമ്മയ്ക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്താ പറയുക, ഡ്രസ്സൊക്കെ അയച്ചിട്ടുള്ളതെന്നുള്ളൊരു പ്രത്യേക തരം സ്വഭാവമുണ്ട്. അവളതൊക്കെ ചെയ്ത് ഞാൻ പിന്നെ വേഗം റൂം ക്ലീനിങ്ങിലേക്കൊക്കെ കടന്നു കേട്ടോ. അപ്പം അമ്മമ്മയൊക്കെ താഴെ പണികളിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ റൂമൊന്ന് അടിച്ചു വരട്ടെ. അപ്പോൾ അമ്മയും ഇവിടെ കുറച്ച് സഹായിച്ചു തന്നിട്ടാണ് പിന്നെ താഴേക്ക് പോയത്. അപ്പോൾ ഞാൻ അമ്മ വരുമ്പോഴത്തേക്കും വേഗം അടിച്ചട്ടേച്ച് വേഗം അടിച്ചു തരുകയൊക്കെ ചെയ്യാണ്. കാരണം എനിക്ക് എവിടെയും കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട്. പക്ഷെ എന്നാലും അമ്മ വേഗം ചെയ്യുമ്പോൾ എനിക്ക് അവിടെ പോയി കിടക്കാനും തോന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ ക്ലീൻ ചെയ്യുകയാണ്. ഓക്കെ, നമ്മളെ ക്യാമറാമാൻ്റെ കൈകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലൂട്ടനാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ നമ്മുടെ റൂമാണിത്. എൻ്റെ റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അത് അമ്മ വേഗം ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് തരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോരോ പരിപാടികൾ തീർത്തുകൊണ്ടിരിക്കുക. എന്തായാലും മൊത്തത്തിൽ ക്ലീനിങ് ഇന്നത്തെ കൊണ്ടൊന്നും നടക്കില്ല. നമുക്ക് പടിപടിയായിട്ടേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നിപ്പം നമുക്ക് കിടക്കാനുള്ള റൂമൊക്കെ നമ്മൾ സെറ്റാക്കി. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, മാറാല തട്ട് അങ്ങനെ പണികൾ കിട്ടും. അല്ലാതെ വേറെ വലിയ ഭാരപ്പെട്ട പണികളൊന്നുമല്ല. പിന്നെ അല്ലൂട്ടനും തുമ്പി ആടെ ഫോണും പിടിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയ്ക്കൊരു ടോപ്പ് കൊണ്ട് കൊടുത്താണ് കേട്ടോ. എന്നുവെച്ചാൽ എനിക്കിത് കൊളാബ് വന്നൊരു ഡ്രസ്സായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ വയറൊക്കെ വലുതാവുകയാണല്ലോ. അപ്പോൾ എനിക്ക് പറ്റില്ല. പിന്നെ എനിക്ക് കുറേ കാലം ഡ്രസ്സ് ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അമ്മയാണെങ്കിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് അമ്മയ്ക്ക് ഇഷ്ടമാവും ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അമ്മ ഇട്ടൊക്കെ നോക്കി, കൈ കിട്ടിയാൽ പിന്നെ അപ്പം തന്നെ ഇട്ട് നോക്കി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സന്തോഷമാണ് ഗൈസ്. അങ്ങനെ രസമല്ലേ, നല്ല രസമല്ലേ. പക്ഷേ കഴുത്ത്, അയ്യോ ഇത്രയും കഴുത്തൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് എന്നോട് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ബെക്കോട്ട് വലിച്ചിട്ടോ സെറ്റാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും അമ്മയ്ക്ക് സെറ്റാണ്. കുറച്ചൊന്ന് ഷേപ്പ് ആക്കട്ടെ, കാരണം എൻ്റെ അത്ര സൈസ് ഇല്ലല്ലോ മമ്മി. ഓക്കെ, പക്ഷേ ഇത്തവണ വന്നപ്പോൾ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഞാൻ അലമാരയിലേക്ക് ഓരോ സാധനമൊക്കെ കയറ്റി വരുന്നേ. ആ സമയത്താണ് തുമ്പമ്മേൻ്റെ അത് അല്ലൂട്ടൻ്റെ കുഞ്ഞിലെ പിന്നെ ഇതാണ് ടർക്കിയാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മമ്മ കുട്ടീനെ കുഞ്ഞുവാവയാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് അമ്മമ്മയ്ക്ക് കുഞ്ഞുവാവേനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. തുമ്പമ്മയുടെ അതിനനുസരിച്ച് കൊഞ്ചുന്നുണ്ട് കേട്ടോ. ഒക്കെ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളെ കൊഞ്ചിക്കുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിലും വരാൻ പോണ ബേബീനെ കുറിച്ച് പറയാൻ തുമ്പമ്മ മറന്നിട്ടില്ല കേട്ടോ. അതൊക്കെ പറയുന്നുണ്ട്. ഇനി ബേബി വരുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ അമ്മമ്മയെ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ തുമ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറയുകയും ചെയ്യും, ബേബി വന്നു കഴിഞ്ഞാൽ ഞാൻ ബേബിക്ക് ഉമ്മ കൊടുക്കും, അമ്മ ഞാനും അല്ലൂസും കൂടെ വാങ്ങും, അങ്ങനെയൊക്കെയാണ് പറയുക കേട്ടോ. അങ്ങനെ പിന്നെ അത് ആ മുകളിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് വന്ന് ഞാൻ ഫ്രിഡ്ജിലേക്കുള്ള സാധനങ്ങളൊക്കെ കയറ്റുകയാണ് കേട്ടോ. അമ്മയും അമ്മമ്മയൊക്കെ അടുക്കളയിൽ എന്തോ പണിയിലാണ്. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും അമ്മ വരുമ്പോൾ വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാ ഫ്രിഡ്ജിലേക്ക് കയറ്റി ബാക്കി പണി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നീ മാറിക്കോ ഞാൻ ചെയ്തോളാം. അതങ്ങനെ അമ്മ കയ്യേറി. അപ്പോഴത്തേക്ക് അമ്മ എവിടെ നിന്നോ ഒരു ഫോൺ എടുത്ത് തുമ്പിക്ക് കൊണ്ട് കൊടുത്തിട്ട് ഭർത്താവിനെ വിളിക്കാനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഭർത്താവിനെ വിളിക്കാനുള്ള ഫോൺ കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഇവിടെ വന്നപ്പോൾ അത് കിട്ടിയപ്പോൾ സന്തോഷമായി. അതിൽ പിന്നെ അത് കിട്ടിയ പാടും ചൂടോട് കൂടിയിട്ട് ഭർത്താവിനെ വിളിക്കുകയാണ്. പിന്നെ വോയിസും പിന്നെ വ്ളോഗ് എടുക്കുന്നതോ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിനി കുറച്ച് പണികളും കൂടെ ഇന്നത്തെ കൊണ്ട് തന്നെ മൊത്തം തീർക്കാനൊന്നുള്ള പ്ലാനില്ല കേട്ടോ. അങ്ങനെ അമ്മമ്മ വരുമ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറും കോഴിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ്
ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ കഴിച്ചു, തുമ്മമ്മയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട്, ഇപ്പുറത്ത് കൂടെ എനിക്കും വാരി തരുന്നുണ്ട്. അങ്ങനെ രാത്രി ചോറ് കഴിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇച്ചിരി ചോറ് അമ്മേൻ്റെ കൈ കൊണ്ട് കഴിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ റൂമിൽ വന്നിട്ടുണ്ട്. കണ്ടോ, എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നൊസ്റ്റുമാണ് ഗൈസ്. അപ്പം ഇനിയുള്ള വ്ളോഗിൽ ഇതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്ത് കണ്ടു റീനമ്മയുടെ കൂടെയുള്ള വീഡിയോസൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓഫ്കോഴ്സ് നമുക്കിനി ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ. അപ്പം നാളെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഓൾറെഡി കുറേ ലേറ്റായിട്ടാണ് കിടക്കുന്നത്. നാളെ രാവിലെ എണീറ്റിട്ട് റെഡി ആയിട്ട് പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.